പാതി വില തട്ടിപ്പ് കേസ് പ്രതി അനന്തുകൃഷ്ണൻ ആദ്യം ലക്ഷ്യമിട്ടത് കേന്ദ്ര പദ്ധതികളാണ്. ഈ ശ്രമം പരാജയപ്പെട്ടതോടെയാണ് CSR ഫണ്ട് നേടിയെടുക്കാനുള്ള ശ്രമങ്ങളായത്. ഇതിനായി 200ഓളം കമ്പനികൾക്ക് അപേക്ഷ നൽകി. എങ്കിലും ആരും മറുപടി നൽകിയില്ല. അനന്തുകൃഷ്ണന്റെ സാമ്പത്തിക സ്രോതസ് കണ്ടെത്താൻ അന്വേഷണം ഇപ്പോൾ ഊർജിതമാണ്. വിവരങ്ങളുമായി വിഷ്ണു സുരേഷ് ചേരുന്നു. വിഷ്ണു, ഇതിങ്ങനെ നേരത്തെ തന്നെ കരുതിക്കൂട്ടി ആസൂത്രണം ചെയ്താണ് ഈ തട്ടിപ്പൊക്കെ നടത്തിയിട്ടുള്ളതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യം കേന്ദ്ര പദ്ധതികൾ, അത് എന്തുകൊണ്ടാണ്, എവിടെ നിന്നാണ് ഈ ധൈര്യം കിട്ടുന്നത് എന്നുള്ളതാണ്. കൃത്യമായ പ്ലാനിങ്ങിലൂടെ നടത്തിയൊരു തട്ടിപ്പ് എന്ന് തന്നെയാണ് പോലീസ് ഈ ഘട്ടത്തിൽ പറയുന്നത്. അനന്തുകൃഷ്ണൻ ആദ്യം ലക്ഷ്യമിട്ടത് ഈ MSME ആണ്. അതായത് കേന്ദ്ര സർക്കാരിൻ്റെ ചില പദ്ധതികളുണ്ട്, ഈ ചെറുകിട വ്യവസായവും അതോടൊപ്പം തന്നെ ഈ സംരംഭമൊക്കെയുമായി ബന്ധപ്പെട്ട് സബ്സിഡി നൽകുന്ന ചില വ്യവസായങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് നടത്താനാണ് ആദ്യം ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അത് അത്ര വർക്കൗട്ടായില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് CSRലേക്ക് തിരിഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് ഏകദേശം 200ഓളം കമ്പനികൾക്ക് CSR അപേക്ഷിച്ചുകൊണ്ട് കത്ത് നൽകിയിരുന്നു. പക്ഷേ ആരും മറുപടി നൽകിയില്ല. അങ്ങനെയാണ് നേരിട്ട് ആളുകളിൽ നിന്ന് പണം പിരിക്കാം എന്നൊരു ഉദ്ദേശത്തിലേക്ക് എത്തിയത്. പക്ഷേ ഇപ്പോഴും പോലീസ് പറയുന്നത് അനന്തുകൃഷ്ണൻ മാത്രമാണ് ഇതിൻ്റെ മാസ്റ്റർ ബ്രെയിൻ എന്നീ ഘട്ടത്തിൽ വിശ്വസിക്കാനാവില്ല. കാരണം 28 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാൾ എങ്ങനെയാണ് ഇത്തരത്തിലൊരു വലിയ ഒരു തട്ടിപ്പ് നടത്തുക? ഒരു പാൻ കേരള എന്നതിനപ്പുറത്തെ ഒരു പാൻ ഇന്ത്യ തട്ടിപ്പ് ഏകദേശം 100ലധികം തവണ ഡൽഹിയിലടക്കം ഇയാൾ പോയിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു തട്ടിപ്പിന് ആസൂത്രണം ചെയ്യാൻ മറ്റാരെങ്കിലും കൂടി ഉണ്ടാകും എന്നൊരു വിലയിരുത്തൽ അന്വേഷണ സംഘത്തിലുണ്ട്. വിശദമായി ചോദ്യം ചെയ്യുകയാണ് അനന്തുവിനെ. 5 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ശേഷം ഈ കേസിൽ കൂടുതൽ ഡെവലപ്മെൻറ്റുകൾ ഉണ്ടാവും. കൂടുതൽ അറസ്റ്റ് അടക്കമുള്ള നടപടിയിലേക്ക് കാര്യങ്ങൾ പോകുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഇയാളുടെ മറ്റ് സാമ്പത്തിക സ്രോതസ്സുകൾ കേന്ദ്രീകരിച്ചും പോലീസ് അന്വേഷണം ശക്തമാക്കിയിട്ടുണ്ട്. ഏകദേശം 1.5 കോടിയുടെ വസ്തുക്കൾ ഇയാൾ വാങ്ങിയിട്ടുണ്ടെന്ന് ഇതിനോടകം തന്നെ കണ്ടെത്തിയിട്ടുണ്ട്. കോട്ടയത്തും ഇടുക്കിയിലുമായാണ് വസ്തുക്കൾ വാങ്ങിയിട്ടുള്ളത്. 2 ഇന്നോവ ക്രിസ്റ്റ കാർ കണ്ടെത്തിയിട്ടുണ്ട്. അത് പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇയാളുടെ സ്വത്തുക്കളും അതോടൊപ്പം തന്നെ ഈ സ്വത്തുക്കളിലേക്ക് എത്തിയ വരുമാന സ്രോതസ്സും കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. സ്മിത, അതോടൊപ്പം തന്നെ വിഷ്ണു, ഇയാൾക്ക് പിറകിൽ മറ്റ് രാഷ്ട്രീയ നേതാക്കളുണ്ടെന്നൊക്കെയുള്ള ആരോപണങ്ങൾ ശക്തമാണ്. അപ്പോൾ പോലീസിന്റെ അന്വേഷണം അതുമായി ബന്ധപ്പെട്ട് അത്തരത്തിലൊക്കെയാണോ? ഏതെങ്കിലും ഒരു നിഗമനത്തിലേക്ക് പോലീസിന് ഇതുവരെ എത്താൻ സാധിച്ചിട്ടുണ്ടോ? പ്രവിധ, നിലവിൽ അനന്തുകൃഷ്ണനെ ചോദ്യം ചെയ്യുന്നത് മൂവാറ്റുപുഴയിലെ കേസുമായി ബന്ധപ്പെട്ടാണ്. മൂവാറ്റുപുഴ കേസിൽ അനന്തുകൃഷ്ണൻ മാത്രമാണ് പ്രതി. ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകും എന്ന് പറയുന്നത് ഈ ഏജന്റുമാരെയൊക്കെയാണ് പോലീസ് ഉദ്ദേശിക്കുന്നത്. പക്ഷേ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പാൻ കേരള അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ വരും. 25ഓളം പരാതികൾ അത് കേസായിട്ടുണ്ട്. ആ കേസിലൊക്കെ വിശദമായ അന്വേഷണം നടത്തുക അപ്പോഴായിരിക്കും രാഷ്ട്രീയ പശ്ചാത്തലം അടക്കമുള്ള വിഷയങ്ങൾ അന്വേഷിക്കുക. അക്കാര്യങ്ങളിലേക്കൊക്കെ വിശദമായ പരിശോധന പോകുക. പ്രവിധ, ശരി. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.